നമസ്കാരം. നാളെ ഭൂമിയിൽ സ്വർണം തീർന്നു പോകുമ്പോൾ ആ മട്ടിലാണ് ചൈന സ്വർണം വാങ്ങിക്കൂട്ടുന്നത്. നിലവിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതിൽ ഒന്നാം സ്ഥാനത്ത് ചൈനയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ ഇക്കാര്യത്തിൽ ചൈന ഇന്ത്യയേക്കാൾ മുന്നിലെത്തിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്ന കാര്യത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു മത്സരമാണ് നടക്കുന്നത്. 2022 ഇന്ത്യയുടെ സ്വർണ്ണാഭരണ ഡിമാൻഡ് 600.56 ടണ്ണായിരുന്നു. ചൈനയിലെ ഡിമാൻഡ് 570.8 ടണ്ണും. 2023 ചൈനയുടെ സ്വർണ്ണ ഉപഭോഗം 630 ടണ്ണായി ഉയർന്നു. ഇന്ത്യയുടെ ഉപഭോഗം 562.3 ടണ്ണായി കുറയുകയും ചെയ്തു. സ്വർണ്ണവില കുത്തനെ കൂടുന്ന സമയത്താണ് ചൈന സ്വർണ്ണ വിപണിയിലേക്ക് ശക്തമായി കടന്നു വരുന്നത്. റഷ്യയുടെ യുക്രൈൻ അധിനിവേശം, ഗാസയിലെ യുദ്ധം എന്നിവയ്ക്ക് പിന്നാലെയാണ് സ്വർണ്ണവില വർദ്ധിച്ചത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയ്ക്കാണ് നിക്ഷേപകർ സ്വർണം വാങ്ങിക്കുന്നത്. എന്നാൽ ചൈന ഇത്തരത്തിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ചൈന ഗോൾഡ് അസോസിയേഷന്റെ കണക്കനുസരിച്ച് ചൈനയിലെ സ്വർണ്ണ ഉപഭോഗം ആദ്യ പാദത്തിൽ തന്നെ 6% ഉയർന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ വളർച്ച 9% മാത്രമായിരുന്നു. പരമ്പരാഗത നിക്ഷേപങ്ങൾ ദുർബലമായതോടെ ചൈനക്കാർക്ക് സ്വർണം കൂടുതൽ ആകർഷകമായി. ചൈനയുടെ റിയൽ എസ്റ്റേറ്റ് മേഖല പ്രതിസന്ധിയിലാണെന്നതും സ്വർണത്തോടുള്ള ചൈനക്കാരുടെ പ്രിയം വർദ്ധിപ്പിച്ചു. സ്വർണ്ണ വ്യാപാരം നടത്തുന്ന ചൈനീസ് ഫണ്ടുകളിലേക്ക് ധാരാളം നിക്ഷേപവും എത്തിയിട്ടുണ്ട്. നിരവധി ചെറുപ്പക്കാർ നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങാനും തുടങ്ങി. ജനുവരി-മാർച്ച് കാലയളവിൽ ആളുകൾ സ്വർണം വാങ്ങുന്നത് മുൻവർഷത്തേക്കാൾ 34% കൂടുതലായിട്ടുള്ളത്. ലോകത്തെ ഏറ്റവും അധികം സ്വർണം ഖനനം ചെയ്യുന്നതും ചൈനയാണ്. എന്നിട്ട് പോലും ഉയർന്ന ഡിമാൻഡ് കാരണം വലിയ തോതിൽ സ്വർണം ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ 2800 ടണ്ണിലധികം സ്വർണമാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നും ചൈന വാങ്ങിയത്. ഇത് US ഫെഡറൽ റിസർവിന്റെ ആകെ സ്വർണ്ണ ശേഖരത്തിന്റെ 1/3 തുല്യമാണ്.